നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലം ബ്ലോക്കിൽ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. പച്ചക്കറികളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ കർഷകർക്ക് നൽകിയത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. വിത്ത് വിതരണ ചടങ്ങിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജോയ് പി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തിക വർഷത്തിൽ രണ്ടാമത്തെ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ആദ്യത്തെ പദ്ധതി ഇഞ്ചിയും മഞ്ഞളും കർഷകരിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു. അതും നല്ല നിലയിൽ തന്നെ വിതരണം ചെയ്യുവാനായിട്ട് 10 പഞ്ചായത്തുകളിലും സാധിച്ചു. രണ്ടാമത്തെ പദ്ധതിയാണ് ഹൈബ്രിഡ് പച്ചക്കറി വിത്താണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ ഞാറ്റുവാല കാലത്ത് തന്നെ ഏറ്റവും വിത്തുൽപാദന ശേഷിയുള്ള വിത്ത് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനെ നോക്കിക്കാണുന്നത്. കാർഷിക മേഖലയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 10 പഞ്ചായത്തുകളും. അതുകൊണ്ട് കർഷകർക്ക് വളരെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ 26-27 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തന്നെ നമ്മുടെ AD ആണ്. രണ്ടാമത്തെ പദ്ധതിയും മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി പ്രത്യേകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നന്ദി AD അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഏറ്റവും നല്ല നിലയിൽ ഇന്നലെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പിണ്ടിമന പഞ്ചായത്തിൻ്റെ മുത്തൻകുഴി പിണ്ടിമന കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹൈബ്രിഡ് കുക്കുംബറിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടുകയുണ്ടായി. അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് തന്നിട്ടുള്ള പച്ചക്കറി ഒരു മുളകിൽ നിന്ന് 5 കിലോ വിത്ത് മുളക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നാണ് അവിടെയുള്ള കർഷകർ സാക്ഷി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഹൈബ്രിഡ് വിത്തുകളും ഹൈബ്രിഡ് പച്ചക്കറികളും വിത്തുകളും ഞങ്ങൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിൻസി മോഹൻ, കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി, പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ചിഞ്ചു പി എബ്രഹാം, മേഘ ഷിബു, പ്രിയങ്ക ടോമി, PM സിദ്ദിഖ്, സിജോ ജോൺ, ജേക്കബ് വർഗീസ്, രാജേഷ് കുഞ്ഞുമോൻ, വൃന്ദാകുമാരി, രഞ്ജിനി രവി, ശ്രീചിത്ര ശ്രീനിവാസ്, കുട്ടമ്പുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാന്തി വെള്ളക്കയൻ, കവളങ്ങാട് കൃഷി ഓഫീസർ സജി KA, നെല്ലിക്കുഴി കൃഷി ഓഫീസർ ഗ്രീഷ്മ, ജോയിന്റ് BDO സിദ്ദിഖ്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പച്ചക്കറികളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകൾ കർഷകർക്ക് കൈമാറിയത്. പാവൽ, പടവലം, വള്ളിപ്പയർ, വെണ്ട, ചീര എന്നീ പച്ചക്കറി വിളകളുടെ ഹൈബ്രിഡ് വിത്തിനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റുകളാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നത്. കോതമംഗലം ബ്ലോക്കിലെ 10 പഞ്ചായത്തുകളിലും ഈ കിറ്റുകൾ കർഷകർക്ക് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.